നമ്മുടെ ക്ലിനിക്കിൽ ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് എന്നോട് പറഞ്ഞത് ഈ ബാഡ് ബ്രത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് ഹിസ്റ്ററി ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ വേറെ കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുണ്ടായി ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത്ര കാര്യമായിട്ട് ഉണ്ടാവാറില്ല. അതേപോലെ അലർജീൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്, എന്ന് വെച്ചാൽ സൈനോസൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ വയനാറ്റത്തിന് കാരണമാവാറുണ്ട്. കാരണം ഈ രണ്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കഫക്കെട്ടാണെങ്കിലും അതിൽ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ അത് ഈ ബാഡ് ബ്രത്തിന് കാരണമാവാറുണ്ട്. അതേപോലെ തന്നെ ഈ വയറിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും സെയിം നമ്മളെ ചീത്ത ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ഗ്യാസ് കാരണം ഒരു വയനാറ്റം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഈ പേഷ്യൻറ്റിന് വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വയറ് വീർക്കുന്ന പ്രശ്നമുണ്ട്, ചിലപ്പോൾ മേപ്പോട്ട് കയറി വരുന്ന പ്രശ്നമുണ്ട്, അതേപോലെ തൊണ്ടയിൽ ഇങ്ങനെ എപ്പോഴും എന്തോ ഇങ്ങനെ തങ്ങിയിരിക്കുന്ന പോലെ തോന്നാറുണ്ട്, അത് തുപ്പാൻ കിട്ടാറില്ല, അങ്ങനെ ഒരു പ്രശ്നം പറയുണ്ടായി. അപ്പോൾ ഞാനിതിന് മെഡിസിൻ കൊടുത്തിട്ട് 2 വീക്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പേഷ്യൻ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ തൊണ്ടയിലുള്ള പ്രശ്നം ഇപ്പോൾ കുഴപ്പമില്ല, അത് പോയി ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഇത്രയും കാലം ഇത് അലർജീൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് കഫക്കെട്ട് അല്ലെങ്കിൽ കഫം തങ്ങി നിൽക്കണതാണെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം അധികമായിട്ടില്ലാത്തതുകൊണ്ട് അതത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ആ സിംറ്റം വന്നത് അവർക്ക് ഈ മേപ്പോട്ട് കയറി വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടുള്ള ഒരിതായിരുന്നു. അപ്പോൾ പല ആൾക്കാർക്കും ഈ ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വയറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയാണുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് വരുമോ എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഇതും ഒരു ലക്ഷണമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് വരാം, അവർക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഭക്ഷണവും അതേപോലെ മരുന്നുകളും നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പൊതുവിൽ നമ്മൾ ഗ്യാസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് വയറ് വീർത്ത് വരികയാണ്, അല്ലെങ്കിൽ മേപ്പോട്ട് കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഓക്കാനം ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ശരിക്കും 2 ടൈപ്പാണ്. എന്ന് വെച്ചാൽ രണ്ടും വയറിനെ ബാധിക്കുന്ന അസുഖമാണെങ്കിലും അത് 2 ടൈപ്പായിട്ടാണ് വരാറുള്ളത്. ഇനി ഇത് രണ്ടും ഒരേപോലെയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ വായുവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അതിലിപ്പോൾ കീഴ്വായുവിൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, ഇപ്പോൾ മേൽപോട്ട് ഈ പറഞ്ഞ പോലെ ഏമ്പക്കം വരുന്നതായിക്കോട്ടെ, അത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതികൾ കൊണ്ടാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഭക്ഷണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കാത്തത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഒരു ബിസി ലൈഫ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കോമൺ ആയിട്ട് മാറി. അതേപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു സ്ക്രീൻ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ TV നോക്കിക്കൊണ്ട് ഫോൺ നോക്കിക്കൊണ്ട് കഴിക്കുന്നത്, അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലില്ല. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെ വായു ഉള്ളിലേക്ക് പോകുമ്പോൾ അതൊരു ഗ്യാസായിട്ട് മാറാറുണ്ട്. അപ്പം സാധാരണയായിട്ട് ആൾക്കാർ എന്താ വിചാരിക്കുക, പെട്ടെന്ന് വയറ് കൂടിപ്പോയി അല്ലെങ്കിൽ എനിക്ക് വയറ് ചാടിയതാണ് അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ അത് അധികം കേസിലും എന്താ പറയുകയെന്ന് വെച്ചാൽ ഗ്യാസുള്ള ആൾക്കാരാണെങ്കിൽ അത് ഗ്യാസ് കൊണ്ടുള്ള വയറ് വീർക്കലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഗ്യാസ് കളഞ്ഞാൽ തന്നെ ഈ വയറ് ഒതുങ്ങി വരികയും ചെയ്യും. ഇപ്പോൾ വയറ് ചാടിയതല്ല എന്നുള്ള കാര്യം നമുക്ക് അതുവഴി മനസ്സിലാക്കാനും പറ്റും. ഇനി അസിഡിറ്റി വരാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങളാണ്. അതിൽ നമ്മൾ കൂടുതൽ എണ്ണ മെഴുക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതേപോലെ എരിവും മസാലയും കൂടുതലായിട്ടുള്ള, ഇപ്പം നമ്മൾ പൊതുവിൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ മീൻ കറി ആണെന്നുണ്ടെങ്കിലും മസാലകൾ കൂടുതലായിട്ട് വയ്ക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവിൽ ചെയ്യാറുള്ളത്. ഇതൊക്കെ ഹാംഫുൾ ആണ്, അല്ലെങ്കിൽ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമെങ്കിലും പല ആൾക്കാരും ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നല്ല, ഇതിൻ്റെ അളവ് കുറയ്ക്കുക. ചിലവർക്ക് നല്ല എരിവോടെ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മിക്കവാറും ഈ പറഞ്ഞ പോലത്തെ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സാണ്. ഇനി നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വയറിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കാര്യക്ഷമമായിട്ട് നടക്കില്ല.
അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഈ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഒന്ന് ഉറക്കമാണ്. ഈ പറഞ്ഞ പോലെ ഉറക്കം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉന്മേഷം കിട്ടില്ല, കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഇനി കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാത്തത്, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസിഡുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഈ ആസിഡ് സെക്രീഷൻ കൂടാനോ അല്ലെങ്കിൽ മേപ്പോട്ട് വരാനോ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ അതിന് ഈ ആസിഡ് തട്ടാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി ഇത് മേപ്പോട്ട് കയറി വന്ന് ഫുഡ് പൈപ്പിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ലൈനിങ്ങോ പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ല ഈ ആസിഡിനെ ചെറുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഈ മേപ്പോട്ട് കയറി വരുന്ന സമയത്ത് ഇത് ഈ ലൈനിങ്ങിൽ അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൻ്റെ ലൈനിങ്ങിൽ തട്ടി പിന്നെയാണ് അത് അൾസറായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് വായിലും പുണ്ണ് കാണാറുണ്ട്. ഇപ്പോൾ അകത്ത് പുണ്ണുള്ള ആൾക്കാർക്ക് വായ്പുണ്ണും സാധാരണയായിട്ട് കാണാറുണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ നമ്മൾ ഫസ്റ്റ് നോക്കണം. അതേപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ മാറ്റിയാൽ മാത്രമേ വായ്പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറുള്ളൂ. അപ്പോൾ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും വായ്പുണ്ണ് വരുന്നത് ഒരു സിംറ്റമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർലൈയിങ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മെഡിസിൻ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ മദ്യപാനം, പുകവലി പോലുള്ള ദുശീലങ്ങൾ തന്നെയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിക്കോട്ടിൻ ആയാലും ഇപ്പോൾ മദ്യം കഴിക്കുമ്പോഴായാലും ഒക്കെ ഈ ദഹനരസങ്ങൾ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ എൻസൈംസിന് കുറച്ചും കൂടെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ദഹന പ്രശ്നങ്ങളും അസിഡിറ്റിയും ഇനി ഓൾറെഡി ഉള്ള മുറിവുകൾ അല്ലെങ്കിൽ പുണ്ണുകൾ കുറച്ചും കൂടെ ബ്ലീഡിങ് ആവാൻ അല്ലെങ്കിൽ ബ്ലഡ് വരുന്ന പോലെ ആവാനും ഒക്കെ കാരണമാവും. ഇനി വേറൊന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് മലബന്ധം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അൾസർ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറുത്ത കളറിലായിട്ട് ഈ മലം പോവാറുണ്ട്. അതിന് നമ്മൾ മെലീന എന്നാണ് പറയാം. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വയറിലെ ദഹനം ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ മലം ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ വയറിൻ്റെ മേൽഭാഗത്ത് അത് എന്ന് വെച്ചാൽ ഈ ആമാശയത്തിന് മേപ്പോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആ പ്രശ്നം ഈ മലം പോകുന്നതിൽ നിറവ്യത്യാസമായിട്ടോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് വരുന്നത്, ഇപ്പോൾ അതല്ലാണ്ട് തന്നെ മലബന്ധം ഉണ്ട്, 2-3 ദിവസം വയറ്റിൽ കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആ കളർ വ്യത്യാസം വരാറുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മലം പോകുന്ന സമയത്ത് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലഡ് സ്ട്രൈക്സ് പോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്ലഡ് വര പോലെ അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ പുണ്ണ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിച്ചാലാണ് അതിനുള്ള സംഭവങ്ങൾ ശരിയാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി ഗ്യാസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവിൽ ചില ആൾക്കാർ പറയാറുള്ളത് അവർക്ക് ഈ ചോറൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ഗ്യാസ് വരുന്നതെന്ന് പറയാറുണ്ട്. അതിനൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് ഒരു സ്റ്റാർച്ച് അല്ലെങ്കിൽ ഒരു അന്നജത്തിൻ്റെ ഫോമാണ്, അത് മധുരമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്വീറ്റ്സ് അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഉള്ളിൽ ഈ സ്വീറ്റ്സിനും അതേപോലെ ഈ കാർബോഹൈഡ്രേറ്റിനൊക്കെ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദഹിപ്പിക്കാനായിട്ടുള്ള ചീത്ത ബാക്ടീരിയ, നമുക്ക് വേണ്ടാത്തതല്ലാത്ത ബാക്ടീരിയകൾ ഉള്ളിലുണ്ടായിട്ടുണ്ടാവും ഇങ്ങനത്തെ സ്വീറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ദഹിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ മീഥേൻ പോലുള്ള വാതകങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഗ്യാസിന് കാരണമാവാറുണ്ട്. അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സിബോ എന്ന് പറയാം. എന്ന് വെച്ചാൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ ഗ്രോത്ത് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ വൻകുടലിൽ ഉണ്ടാവേണ്ട ചില ബാക്ടീരിയകളിൽ ചെറുകുടലിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതേ പോലത്തെ ഗ്യാസ്, അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചീത്ത ബാക്ടീരിയൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. മെയിനായിട്ട് അതിൽ H. പൈലോറി ബാക്ടീരിയ ആണുള്ളത്. അങ്ങനത്തെ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം കഴിക്കരുത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത്, കഴിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ നാരുകൾ. ഈ നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞു. നല്ല ബാക്ടീരിയകൾ നമ്മുടെ കുടലിൽ വളരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നാരുകളും അല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങളും കിട്ടണം. എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ നല്ല നാരുണ്ടാവും. അതേപോലെ നമുക്ക് ഇപ്പോൾ ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ എന്താ പറയുക പച്ചക്കറികൾ കഴിക്കാം. അതേപോലെ കുറച്ച് ജലാംശമുള്ള പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ വെള്ളരിക്ക
അല്ലെങ്കിൽ കക്കരിക്ക അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്രോബയോട്ടിക്സ്, അതിൽ തന്നെ ഇപ്പോൾ അസിഡിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൈര് എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിലും അധികം പുളിപ്പില്ലാത്ത തൈര് കഴിക്കാനായിട്ട് പറയാം. അതേപോലെ നമുക്ക് യോഗേട്ട്, നമുക്ക് ഗ്രീക്ക് യോഗേട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അധികം ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രോബയോട്ടിക്സുകൾ കഴിക്കുന്നതും ഈ പറഞ്ഞ പോലെ നല്ല ബാക്ടീരിയ കൂട്ടാനായിട്ട് ഒരു കാരണമാവും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ, നമ്മൾ ഓട്സ് അല്ലെങ്കിൽ റാഗി പോലത്തെ ധാന്യങ്ങളും അതേപോലെ പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിട്രസ് ഫ്രൂട്ടുകൾ, നമ്മൾ ഓറഞ്ച്, അതേപോലെ നല്ല പഴുത്ത ഏത്തപ്പഴം, അതേപോലെ മുട്ട ചില ആൾക്കാർക്ക് അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഒഴിവാക്കാം. അത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വയറിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ വയറിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഗോതമ്പ് ഐറ്റംസിനോടുള്ള അലർജി, അല്ലെങ്കിൽ ഗോതമ്പ് ഐറ്റംസ് ദഹിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലാക്ടോസ് ആണെന്നുണ്ടെങ്കിൽ അതിലേപോലെ പാൽ ഉൽപ്പന്നങ്ങൾ ദഹിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേപോലെ ചില ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ മുട്ട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇലക്കറികൾ കഴിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് മുരിങ്ങ, ചീര അതൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും അതേപോലെ ചില പയറുകളൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നുള്ള നല്ല എണ്ണമെഴുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഡാൽഡയൊക്കെ ചേർത്തിട്ടുള്ള നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് പിന്നെ ഒഴിവാക്കാനുള്ളത്. അതിൽ തന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല മുളകിട്ടിട്ടും അങ്ങനെയൊക്കെ കറി വെക്കില്ലേ, അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു ട്രിഗറിങ് അവിടെ ഉണ്ടാവുകയാണ്. ഈ ആസിഡിൻ്റെ സെക്രീഷനിൽ ഒരു ട്രിഗറിങ് പോലെ ഉണ്ടായിട്ട് ഇത് കാലക്രമേണ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഹോം റെമഡീസ് പോലെ ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു 2-3 തുള്ളി നാരങ്ങ നീര് ഒറ്റിച്ചിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പുളിപ്പുകൾ അസിഡിറ്റി ഉണ്ടാക്കും എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലേക്ക് ഇഞ്ചിനീര് ഒറ്റിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇഞ്ചിനീരാകുമ്പോൾ അതിൽ ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇത് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനും ഗ്യാസ് പുറത്തു പോകാനും ഒക്കെ സഹായിക്കും. അതേപോലെ ഒരു നുള്ള മഞ്ഞപ്പൊടി അതിൽ ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെയാകുമ്പോഴും ഈ കുടലിലെ വീക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് മഞ്ഞപ്പൊടി സഹായിക്കും. പിന്നെ രാവിലെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറും വയറ്റിൽ നമ്മൾ പറഞ്ഞ തൈര് അല്ലെങ്കിൽ മോര് അങ്ങനത്തെ കഴിക്കുന്നതും, അതേപോലെ പഴങ്കഞ്ഞി, ഇപ്പോൾ തലേ ദിവസത്തെ പഴങ്കഞ്ഞി ആകുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും. അത് രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ തന്നെ കുടലിലെത്തുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ദഹിക്കാനായിട്ടും സഹായിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ കൈപ്പിടിയിൽ നിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും യോഗകൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പ്രാണായാമം പോലത്തെ എക്സസൈസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ യോഗ രീതികൾ ചെയ്ത് നോക്കാം. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ എന്ന് വെച്ചാൽ നമ്മളൊരു 5-10 മിനിറ്റ് അതിന് വേണ്ടി ചിലവാക്കിയിട്ട് നമ്മളൊരു ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് ശ്വാസം വിടുന്ന ഒരു രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൈൻഡിന് റിലാക്സേഷൻ കിട്ടുകയും അതുവഴി നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും ഈ പറഞ്ഞ പോലെ വയറിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പായ ഒരു കഷ്ണം കഴിക്കുക, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പപ്പായ ഒരു കഷ്ണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് അസിഡിറ്റി ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് HCl അല്ലെങ്കിൽ ആസിഡിൻ്റെ അളവ് കുറവാണോ അല്ലെങ്കിൽ ആസിഡിൻ്റെ അളവ് കൂടുതലാണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മെഡിസിൻസ് ഫോളോ ചെയ്യേണ്ടത്. അതല്ലാണ്ട് എനിക്ക് അസിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി വെറുതെ മരുന്ന് വാങ്ങി കഴിക്കരുത്. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അസിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾ ആസിഡ് സെക്രീഷൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഡിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് തരിക. പക്ഷേ അയാൾക്ക് ആസിഡിൻ്റെ കുറവാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ കൂടുതലായിട്ടുള്ള ഗുരുതര പ്രശ്നങ്ങൾക്കാണ് കാരണമാവുക. അതേപോലെ എന്തെങ്കിലും മലത്തിൻ്റെ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പൈൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിഷർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് വിടാതിരിക്കുക. അത് പൈൽസ് ആണോ ഫിഷർ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെഡിസിൻസ് കഴിക്കുക. ഇനിയിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതേപോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ മെഡിസിൻസ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.